നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് ചന്ദ്രക്കല പോലെയുള്ള ഇങ്ങനെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില ഫോണുകളിൽ DND എന്നും മറ്റു ചില ഫോണുകളിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് തന്നെ ഈ ഓപ്ഷന് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രയോജനകരമായ ഒരു ഓപ്ഷൻ ആയിരുന്നിട്ടും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇത് ഉപയോഗിക്കാറില്ല. മറ്റു ചിലർക്ക് ഇത് എന്താണ് ഓപ്ഷൻ എന്ന് പോലും അറിയില്ല. ഈ ഒരു ഓപ്ഷൻ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും മതവിശ്വാസികളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ആരാധനാലയങ്ങൾ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് ഫോൺ സൈലൻറ്റ് ചെയ്യാറാണല്ലോ പതിവ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫോൺ സൈലൻ്റ് ആക്കാൻ മറന്നാലും കൃത്യസമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ആരാധനാലയങ്ങളിൽ കയറുമ്പോൾ തന്നെ ഫോൺ സൈലൻ്റ് ആക്കുകയും നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ സാധാരണ പോലെ ആക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ പല സാഹചര്യത്തിലും നമുക്ക് ഫോണിൻ്റെ ശബ്ദം വില്ലനാകാറില്ലേ? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മരണ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ശബ്ദം ഡിസ്റ്റേബ് ആകുന്ന പല ഘട്ടത്തിലും നമുക്ക് നമ്മുടെ ഫോണിലെ ഏതൊക്കെ കാര്യങ്ങൾ ശബ്ദമുണ്ടാക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ശബ്ദമുണ്ടാക്കണ്ട എന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഒട്ടുമിക്ക ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെയും ക്വിക്ക് സെറ്റിംഗ്സിനകത്താണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ എൻ്റെ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് തന്നെയാണ് പേര്. ചില ഫോണുകളിൽ അത് DND എന്നായിരിക്കും. അപ്പം നിങ്ങളുടെ ക്വിക്ക് സെറ്റിംഗ്സിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെയൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. സാധാരണ ഉപയോഗത്തിനാണെങ്കിൽ ഇത് നമുക്ക് ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് നിന്ന് തന്നെ ഓണും ഓഫും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് ചെറിയ പ്രയോജനമേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫോണിൽ കോൾ വന്നാലും മെസ്സേജ് വന്നാലും അതിൻ്റെ ശബ്ദം ഉണ്ടാവില്ല. പക്ഷേ അലാറം ഇവൻ്റ് പോലെയുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻ ലഭിക്കണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടാവും. ഇതിലാദ്യം മ്യൂട്ട് മീഡിയ വിത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മുടെ ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബിൽ ആയിരിക്കെ മീഡിയയുടെ ശബ്ദം കൂടി നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ വോളിയം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് ആക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഓപ്ഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ വോളിയം ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. അതായത് ഡു നോട്ട് ഡിസ്റ്റർബ് ആയിരിക്കെ നമുക്ക് യാതൊരു തരത്തിലുള്ള ശബ്ദവും നമ്മുടെ ഫോണിൽ ഉണ്ടാകണ്ട എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി ഓൺ ചെയ്തിടാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും ഉപകാരപ്രദമായ ഷെഡ്യൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു തരാം. ഇതിലാണ് നമ്മൾ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ മ്യൂട്ട് ആവുകയും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ഫോണിലെ ശബ്ദമൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഓപ്ഷൻ ഇതിനകത്താണ് സെറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഫോണിൽ ഇപ്പോൾ വലതുഭാഗത്ത് ഈ പ്ലസ് ബട്ടൺ ആണുള്ളത്. ഓരോ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഈ ഓപ്ഷനിൽ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ ഫോണിനനുസരിച്ച് ചെയ്യുക. എൻ്റെ ഓപ്ഷനിൽ ഈ പ്ലസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അപ്പോൾ ആദ്യം ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ ആണെങ്കിൽ നമസ്കാരത്തിൻ്റെ പേര് എഴുതാം അവിടെ. ഇനി ഹിന്ദു ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പിൾ എന്ന് എഴുതാം, ചർച്ച് എന്ന് എഴുതാം, കുർബാന എന്ന് എഴുതാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാപ്ഷൻ അവിടെ കൊടുക്കാം. ഇനി തൊട്ട് താഴെ ഫ്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ എത്ര മണിക്കാണ് ചർച്ചിൽ, അമ്പലത്തിൽ അല്ലെങ്കിൽ മസ്ജിദിൽ പോകുന്നത് ആ സമയമാണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടത്, എത്ര മണിക്കാണ് പോകുന്നത്. ഇനി തൊട്ട് താഴെ ടു എന്ന് പറയുന്നത് കാണാം. അതിൽ നമ്മൾ കൊടുക്കേണ്ടത് എത്ര സമയത്താണ് ഇറങ്ങുന്നത്. ടൈം സെറ്റ് ചെയ്തതിന് ശേഷം താഴെ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ദിവസം നമ്മൾ പോകുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്യാം. നമുക്കിതിൽ നിന്ന് ടിക്ക് മാർക്ക് ഒഴിവാക്കുമ്പോൾ ആ ദിവസങ്ങളൊക്കെ ഒഴിവായി കിട്ടും. നമുക്ക് വേണ്ട ദിവസം എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാ ദിവസവും മാർക്ക് ചെയ്തിട്ടാണ് സേവ് കൊടുക്കേണ്ടത്. ഇങ്ങനെ സേവ് കൊടുത്താലുള്ള പ്രയോജനം ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ DND ആക്ടിവേറ്റ് ആകും. അപ്പോൾ ശബ്ദമൊന്നും ഉണ്ടാവില്ല ഫോണിൽ. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് മറ്റൊരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. വീണ്ടും മുകളിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഷെഡ്യൂൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ആണെങ്കിൽ അടുത്ത നമസ്കാരത്തിൻ്റെ സമയം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആവുകയും തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും നമ്മുടെ ഫോണിൻ്റെ ശബ്ദം കേൾക്കാൻ ആരംഭിക്കുകയും ചെയ്യും. ഇനി ഇതിനകത്ത് കോൾ ആൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിരവധി ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ എവരി ഓൺ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ DND ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര് വിളിച്ചാലും നമ്മുടെ ഫോൺ റിങ് ചെയ്യും. ഇനി നമ്മൾ കോൺടാക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിലുള്ളവർ വിളിച്ചാൽ റിങ് ചെയ്യും, മറ്റുള്ളവർ വിളിച്ചാൽ റിങ് ചെയ്യില്ല. ഇനി മൂന്നാമത്തെ ഫേവറേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഫോണിൽ ഫേവറേറ്റ് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മുടെ കോൺടാക്റ്റിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളവർ വിളിച്ചാൽ മാത്രം നമ്മുടെ DND ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് കോൾ വരുന്നതാണ്. ഇനി തൊട്ട് താഴെ നിങ്ങൾ
നിങ്ങൾക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ബട്ടൺ ഓൺ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം നമ്മൾ DND ആക്ടിവേറ്റ് ആണെങ്കിലും നമ്മുടെ ഫോണിൽ ആ ആപ്ലിക്കേഷനൊക്കെ ശബ്ദമുണ്ടാക്കും. അപ്പോൾ DND ആക്ടിവേറ്റ് ആയാലും നമുക്ക് ശബ്ദം വേണ്ട ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും താഴെ റിംഗ് ഫോർ റിപ്പീറ്റ് കോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ഓൺ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം ഇപ്പോൾ DND ആക്ടിവേറ്റ് ആയാലും ഒരാൾ അർജൻറ്റായിട്ട് വിളിക്കുമ്പോൾ ഒരുപാട് തവണ വിളിക്കുമല്ലോ. അപ്പോൾ 3-ൽ കൂടുതൽ തവണ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ റിംഗ് ചെയ്യുകയും നമുക്ക് ആ കോൾ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഓപ്ഷനുകളാണ് ഇതിനകത്തുള്ളത്. ഇനി ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്വിക്ക് സെറ്റിംഗ്സിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും. എൻ്റെ ഫോണിൽ ഇവിടെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ക്വിക്ക് സെറ്റിംഗ്സിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ താഴെ ഉണ്ടാവും. ഇതിനകത്ത് നിന്നും നമുക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ DND എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.